സ്വന്തമായി ഒരു കാർ, അത് നമ്മൾ മലയാളികളുടെ എക്കാലത്തെയും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് അല്ലേ? കുടുംബത്തോടൊപ്പം ഒരു യാത്ര പോകാനും ജോലിക്കും മറ്റാവശ്യങ്ങൾക്കുമായി ഒരു കാർ ഇന്ന് അത്യാവശ്യമായി മാറിയിരിക്കുന്നു. പക്ഷേ ഒരു കാർ വാങ്ങാനുള്ള മുഴുവൻ പണവും ഒറ്റയടിക്ക് കണ്ടെത്തുന്നത് മിക്കവർക്കും പ്രയാസമാണ്. ഈ സാഹചര്യത്തിലാണ് കാർ ലോണുകൾ നമുക്കൊരു വലിയ സഹായമായി മാറുന്നത്. എന്നാൽ ലോൺ എടുക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് നമ്മളൊരു പ്രധാന കാര്യം അറിഞ്ഞിരിക്കണം. കേരളത്തിലെ വിവിധ ബാങ്കുകൾ കാർ ലോണിന് ഈടാക്കുന്ന പലിശ നിരക്കുകൾ വ്യത്യസ്തമാണ്. പലിശയിലെ ചെറിയൊരു വ്യത്യാസം പോലും നിങ്ങളുടെ മാസ അടവിനെ, അതായത് EMIയെ വലുതായി ബാധിക്കും. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കുള്ള ബാങ്ക് ഏതാണെന്ന് കണ്ടെത്തേണ്ടത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കേരളത്തിലെ പ്രമുഖ സർക്കാർ ബാങ്കുകളിൽ നിന്ന് ഒരു ഉദാഹരണമായി 5 ലക്ഷം രൂപ 3 വർഷത്തെ കാലാവധിയിൽ കാർ ലോൺ എടുത്താൽ എത്ര രൂപ പലിശ വരും, മാസ അടവ് എത്രയാകും എന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങാം. SBIയിൽ കാർ ലോണുകളുടെ പലിശ നിരക്ക് ആരംഭിക്കുന്നത് ഏകദേശം 8.85% നിന്നാണ്. ഇതനുസരിച്ച് നിങ്ങൾ 5 ലക്ഷം രൂപ 3 വർഷത്തേക്ക് ലോൺ എടുത്താൽ പ്രതിമാസം ഏകദേശം 15,865 രൂപ മാസ അടവ് വരും. ഇനി നമുക്ക് മറ്റൊരു പ്രമുഖ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ കാര്യം നോക്കാം. ഇവിടെ പലിശ നിരക്ക് കുറച്ചുകൂടി കുറവാണ്. ഏകദേശം 7.85% നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മാസ അടവും കുറയും. PNBയിൽ നിന്ന് ഇതേ ലോൺ എടുത്താൽ നിങ്ങളുടെ മാസ അടവ് ഏകദേശം 15,634 രൂപയായിരിക്കും. ഇതുപോലെ തന്നെയാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ കാര്യവും. ഇവിടെ കാർ ലോണിന്റെ പലിശ നിരക്ക് ആരംഭിക്കുന്നത് ഏകദേശം 8.15% നിന്നാണ്. അതുകൊണ്ട് മാസ അടവ് ഏകദേശം 15,703 രൂപ വരും. കേരളത്തിൽ ഒട്ടനവധി ശാഖകളുള്ള കാനറ ബാങ്കും ഒട്ടും പിന്നിലല്ല. കാനറ ബാങ്കിൽ പലിശ നിരക്ക് ആരംഭിക്കുന്നത് ഏകദേശം 8.05% നിന്നാണ്. അതിനാൽ മാസ അടവ് ഏകദേശം 15,680 രൂപ പ്രതീക്ഷിക്കാം. എന്നാൽ നമ്മളിന്ന് സംസാരിക്കുന്ന ബാങ്കുകളിലെ ഏറ്റവും ആകർഷകമായ പലിശ നിരക്ക് നൽകുന്നത് ഒരുപക്ഷെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരിക്കും. ഇവിടെ പലിശ നിരക്കുകൾ ഏകദേശം 7.80% നിന്നാണ് ആരംഭിക്കുന്നത്. അതനുസരിച്ച് മാസ അടവ് വെറും 15,622 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരേ തുക ഒരേ കാലാവധി, പക്ഷേ മാസ അടവിൽ വരുന്ന വ്യത്യാസം. ഏറ്റവും കുറഞ്ഞ EMI വരുന്ന യൂണിയൻ ബാങ്കും ഏറ്റവും കൂടുതൽ വരുന്ന SBI ബാങ്കും തമ്മിൽ മാസത്തിൽ ഏകദേശം 240 രൂപയുടെ വ്യത്യാസമുണ്ട്. ഇത് 3 വർഷം കൊണ്ട് നോക്കുമ്പോൾ അതൊരു നല്ല സംഖ്യയാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ ഈ പറഞ്ഞതെല്ലാം ബാങ്കുകളുടെ പ്രാരംഭ പലിശ നിരക്കുകളാണ്. നിങ്ങളുടെ സിബിൽ സ്കോർ, വരുമാനം, നിങ്ങൾ തിരഞ്ഞെടുത്ത കാറിന്റെ മോഡൽ എന്നിവ അനുസരിച്ച് ഈ നിരക്കുകളിൽ മാറ്റങ്ങൾ വന്നേക്കാം. കൂടാതെ ഓണം, ക്രിസ്മസ് പോലുള്ള ആഘോഷ സമയങ്ങളിൽ ബാങ്കുകൾ പ്രത്യേക ഓഫറുകൾ നൽകാറുണ്ട്. അതുകൊണ്ട് ലോൺ എടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ അടുത്തുള്ള വിവിധ ബാങ്കുകളുടെ ശാഖകളിൽ നേരിട്ട് പോയി സംസാരിക്കുക. അവരുടെ ഏറ്റവും പുതിയ പലിശ നിരക്കുകളെയും പ്രോസസ്സിംഗ് ഫീസ് പോലുള്ള മറ്റു ചാർജുകളെയും പറ്റി വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം അന്തിമമായ ഒരു തീരുമാനമെടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.